16 ഡിവിഷനുകളിൽ നിന്നായി 40 സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥർ. വോട്ടിംഗിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ആധുനിക പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു കോഴിക്കോട് റഹ്മാനിയ സ്കൂളിൽ ഇന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യന്ത്രം നിർമ്മിച്ചതാകട്ടെ സ്കൂളിലെ തന്നെ 2 +2 വിദ്യാർത്ഥികളും. ജിതിൻ യു അഹമ്മദും അമൃത് പ്രകാശും. വോട്ടിംഗ് നന്നായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഫാസ്റ്റ് ആണ്. അത് കാര്യം റിസൾട്ടും ഫാസ്റ്റ് ആണ്. വോട്ട് ചെയ്ത് കുട്ടികൾ വോട്ട് ചെയ്ത് വന്ന് പോവാം. ടീച്ചേഴ്സിനും പണി കുറവാണ്. ജസ്റ്റ് നോക്കിയാൽ മതി. പണ്ടത്തെ മോഡല് എഴുതിയിട്ട് ബാലറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അപ്പൊ അതൊരു ചേഞ്ച് വേണമല്ലോ, നമുക്ക് ഒറിജിനൽ അതുപോലെ തന്നെ ആക്കണല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ജോസഫ് ഈ ബോർഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. VB.net എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചത്. സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ഓരോ ക്ലാസ്സിലെ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകം പേജുകൾ തയ്യാറാക്കുകയും ചെയ്തു. കമ്പ്യൂട്ടറിൽ തെളിയുന്ന പേജുകളിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉണ്ടാകും. ഇതിനു നേരെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ വോട്ട് രേഖപ്പെടുത്തും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് അത് തങ്ങളുടെ സ്കൂളിൽ തന്നെ പ്രാവർത്തികമാക്കിയതിൽ വലിയ സന്തോഷവുമായി. നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു വോട്ടിംഗ് ഈ ഹൈസ്കൂൾ സെക്ഷൻ ഒക്കെ പഠിച്ചിട്ടും ഇങ്ങനെ ഒരു വോട്ടിംഗ് സമ്പ്രദായം ഈ +1 എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സ്കൂൾ ജനാധിപത്യ വേദികൾ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് നിലവിൽ നിരവധി ചർച്ചകളും വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഈയൊരു ഘട്ടത്തിലാണ് കോഴിക്കോട്ട് റഹ്മാനിയ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജനാധിപത്യ സംവിധാനത്തിൽ പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിയോടൊപ്പം NK ഷിജു, കോഴിക്കോട്.